ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഞാനൊരു 2 ദിവസം കൂടുമ്പം വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ഇരുന്നുകൊണ്ടിരുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതിന് കുറേ റീസൺസ് ഉണ്ട്. ആ റീസൺസിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് മടിയും കൂടെ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാതിരുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ അടുത്ത വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇതും ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇത് അച്ഛൻ്റെ അനിയന്മാരാണ്, കൊച്ചച്ചന്മാരാണ് കേട്ടോ. കട്ടപ്പനയിൽ നിന്ന് വന്നതാണ്. ഇത് രാജു കൊച്ചൻ, അച്ഛൻ്റെ നേരെ ഇളയ അനിയനാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഉണ്ണിക്കൊച്ചൻ, അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത് നാളെ, അതിൻ്റെ പിറ്റേ ദിവസം അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ്, വിശാലിൻ്റെ. അപ്പം അതിവിടെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടില്ല, ഇവർ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുമാണ്, അതുപോലെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ മോനുമാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്നും നമുക്ക് റിലേഷൻ ഉണ്ട്. അപ്പം കുറേ കസിൻസൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വിദ്യ ചേച്ചിയെ മൈസൂർ താമസിച്ചിട്ട് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായ വിദ്യ ചേച്ചിയുടെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് വിദ്യ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനും അമ്മയൊന്നും വന്നില്ലേന്ന്. അതിൻ്റെ റീസണൊക്കെ ഞാൻ അടുത്ത വ്ളോഗിനകത്ത് പറയാം കേട്ടോ. അപ്പോൾ കൊച്ചച്ചന്മാർ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവരും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആയപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പാത്തുവാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ കണ്ണ് തുറന്ന് ഇവർ വന്നെന്നറിഞ്ഞെങ്കിലും വീണ്ടും ആൾ ഉറങ്ങിപ്പോവായിരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം എടുത്ത് വെച്ചു. ഇഡ്ഡലി ഉണ്ട്, അതുപോലെ തന്നെ ഇറച്ചി വരട്ടിയതുണ്ട്, തക്കാളി ചമ്മന്തി, തേങ്ങ ചമ്മന്തി, സാമ്പാർ. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും കട്ടൻ കാപ്പി മതിയെന്ന് പറഞ്ഞിട്ട് കട്ടൻ കാപ്പിയാണ് കേട്ടോ എടുത്തത്. വന്നപ്പോഴേ ചായ ഇട്ട് കുടിച്ചത് കൊണ്ട് കട്ടൻ കാപ്പി മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 4 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു സമയത്ത് പാത്ത് ഉറങ്ങുമായതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അവൾ എണീക്കുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. സാറ്റർഡേ ആയിരുന്നുകൊണ്ട് തിനുവിന് ഓഫീസിൽ പോകണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാവധാനം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അവരൊരു 6:30 ആകുമ്പോഴത്തേക്കും എത്തുമെന്ന് വിചാരിച്ചെങ്കിൽ ഒരു 7:30 ആയി. ബസ് ലേറ്റായിട്ട് താമസിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു എണീറ്റ് വന്ന് പിന്നെ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് തലമുടിയൊക്കെ കെട്ടിവെച്ച് ഒന്ന് ഫ്രഷ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നത് ഈ ഒരു ഹുലാ ഹൂപ്പ് പ്രാക്ടീസ് ചെയ്യലാണ് കേട്ടോ. അതാണ് അവളുടെ മെയിൻ പരിപാടി. വന്നിട്ടുണ്ടോ? ആരൊക്കെ പേരൊന്നുകൂടെ പറഞ്ഞേ. പാത്തു പറയുന്ന പേരൊന്ന് പറഞ്ഞേ. വേറെ മറ്റേ പേര് രാജുഭായിയോ? ഏതാ രാജുഭായ്? അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ കൂടെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ട് നടന്നതിന് ശേഷം തിരിച്ച് വന്നിട്ട് ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് പൈനാപ്പിൾ പച്ചടി വെക്കാനായിട്ട് ഏകദേശം 1 കപ്പോളം പൈനാപ്പിൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്കായിട്ട് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്. ഒരു 3-4 വിസിലൊക്കെ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പം അരിയാണെങ്കിൽ ഞാൻ തലേന്ന് തന്നെ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയും വെച്ചു, ഇറച്ചി വരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലഞ്ചിൻ്റെ പരിപാടികൾ എളുപ്പമായിരുന്നു. അപ്പം പൈനാപ്പിൾ ആണെങ്കിൽ കണ്ടില്ല, 5-6 വിസിൽ അടിച്ചിട്ട് അത് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് 3/4 കപ്പോളം തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പം പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത തേങ്ങ അരപ്പ് ഞാൻ ഈ ഒരു പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജാറിലെ ആ ഒരു അരപ്പ് 3-4 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളം കൂടെ വറ്റി വരുന്നിടം വരെ ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് കട്ട തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ലൂസ്
ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി ലൂസായി പോകും. അതുകൊണ്ട് തന്നെ നല്ല തൈര് കട്ടയ്ക്ക് തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മിക്സിയിലൊക്കെ ഇടുവാണെങ്കിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചടി നന്നായിട്ട് മധുരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് അതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുന്നേ ഞാൻ നല്ല മധുരപ്പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് ഇയർ നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സാമ്പാർ, പച്ചടി, മീൻകറി തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, ഇറച്ചിയും വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറ്, പഴുത്ത മാങ്ങ തൈരൊക്കെ ഒഴിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മെഴുക്ക് വരട്ടി, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട കോവയ്ക്കും പയറും കൂടെ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പം വർത്താനമൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ തന്നെ പാത്തോനും ഇരുന്ന് ഞാൻ ലഞ്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ വേറൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്, റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇതാണ് വിശാൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഡോക്ടർ ദിവ്യയും. ഇവരുടെ കല്യാണം വരുന്നത് നവംബർ 19-ാം തീയതി നാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചെറിയൊരു നിശ്ചയമായിരുന്നു, റിങ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തി. പിന്നെ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പം അമ്മയുടെ ഫാമിലിയിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് തിരിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുള്ളത് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.